ഇനിയിപ്പോ എന്ത് ചെയ്യും? പുറത്തിറങ്ങാൻ മാനക്കേടാകും. മുതലാളി അറിഞ്ഞാൽ എന്ത് സംഭവിക്കുമോ ആവോ. ആളാരാണെന്ന് എത്ര ചോദിച്ചിട്ടവൾ പറയുന്നില്ല. കുറ്റിയടിച്ചതുപോലെ ഒരേ ഇരിപ്പാ. സാരാമ്മ ചേട്ടത്തി പൊയ്ക്കോളൂ. ഇനി ഇതിനെപ്പറ്റി അവളോടൊന്നും ചോദിക്കണ്ട. എന്താ ഒരു മാതിരി? സുഖിച്ചപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയണമായിരുന്നു. നീ ഒന്ന് പതുക്കെ സംസാരിക്കുക. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. എന്ത് ചെയ്യാനാ ഭാവം? ഇവിടെ തന്നെ പൊറപ്പിക്കാനാണോ? ആരെ വിളിക്കാനാ കഥ കടക്കുന്നത്? മാന്യതയെക്കുറിച്ച് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. നീ തൊണ്ടയെടുക്കണ്ട. ഇക്കാര്യത്തിൽ നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട. അതെനിക്കറിയാമല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. സ്വന്തം സുഖത്തിന് വേണ്ടി ആരെയും നോവിക്കുമല്ലോ. പണത്തിന് വേണ്ടി ആരെയും തീരെഴുതും. ഭാര്യയെപ്പോലും. നാളെ വെളുക്കുമ്പോ അവളെവിടെ കാണരുത്. പ്രായമായ മകളുണ്ടെന്ന് ഓർക്കണം. ഏത് കായല്ല ശവം പൊന്താൻ പോകുന്നത്? നീ തുള്ളണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. നിഷേ, എന്താണ് ഇവിടെ? പോയിന്റെ മുറിയിലേക്ക്. ഹലോ, ഇത് ഞാൻ മാമച്ചനാ. നീ പെട്ടെന്ന് ജീപ്പെടുത്തി ഇങ്ങോട്ട് വരണം. കാര്യമുണ്ട്. ഉടനെ പുറപ്പെടേ. ചാക്കുണ്ണി വരും അവളെ കൊണ്ടുപോകാൻ. എന്താ ശബ്ദത്തിനൊരു പതർച്ച? മാമച്ചൻ മുതലാളിയുടെ പോകുന്നത് കൊണ്ടുള്ള സങ്കടമാണോ? നാളെ ഞാൻ വീട്ടിൽ പോവും. അവിടെ എന്താ വിശേഷം? എന്റെ വീട്ടിൽ പോവാൻ വിശേഷം വല്ലതും വേണോ? അവിടെ പോയി കുട്ടി പാടാനായിരിക്കും. അവർക്കൊക്കെ അറിയാലോ മരുമകൻ പുണ്യാളനാണെന്ന്. എനിവേ, പുണ്യാളന്റെ ഭാര്യ അതെന്റെ ഭാഗ്യം.